ടുവേർഡ്സ് ദ ഗംഗാറ്റിക് പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്നെടുക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾ, ആര്യന്മാരുടെ ലേറ്റർ ലൈഫ്, ആര്യന്മാരുടെ ഏർലി ലൈഫ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി അതിനകത്ത് ഫോർമേഷൻ ഓഫ് ന്യൂ ഐഡിയ കുറിച്ചാണ് പറയാനുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും ആ ഒരു മാറ്റത്തിന് കാരണമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത് The social changes started above influenced the thought of the people. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആര്യന്മാരുടെ ലൈഫിലുണ്ടായ സാമൂഹിക മാറ്റങ്ങൾ അത് ജനങ്ങളുടെ ചിന്തയിൽ വളരെയധികം സ്വാധീനം ചെലുത്തി. അത്തരത്തിൽ സ്വാധീനം ചെലുത്തിയതിൻ്റെ ഫലമായിട്ട് ഇറ്റ് വാസ് ഡ്യൂറിങ് 6th century BCE ദാറ്റ് ദീസ് വേർ മോർ പ്രോമിനൻറ്റ്. അപ്പോൾ BCE 6ാം നൂറ്റാണ്ടിലാണ് ഇത്തരത്തിൽ മാറ്റങ്ങൾ കൂടുതൽ പ്രകടമായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ, വാട്ട് ഫാക്ടേഴ്സ് മൈറ്റ് ഹാവ് പ്രോംപ്റ്റഡ് ദീസ് ചേഞ്ചസ്, എന്തെല്ലാം കാര്യങ്ങളാണ് അതില്ലെങ്കിൽ എന്തെല്ലാം ഘടകങ്ങൾ കൊണ്ടാണ് ഇങ്ങനൊരു മാറ്റം സംഭവിച്ചതെന്ന് നോക്കാം. The increase of yagas and the animal sacrifice in association with them adversely affected the progress of agriculture. അപ്പോൾ വർദ്ധിച്ചു വന്ന യാഗങ്ങൾ, അവയുടെ ഭാഗമായിട്ട് നടന്നിരുന്ന മൃഗബലി, ഇതൊക്കെ കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് തടസ്സമായിട്ട് വന്നു. കൂടാതെ വിത്ത് ആൻ ഇൻക്രീസ് ഇൻ റിച്വൽസ് ആൻഡ് സാക്രിഫൈസസ് the priest started amassing wealth and thereby exerted supremacy over others. ആചാരാനുഷ്ഠാനങ്ങളൊക്കെ കൂടിയതോടുകൂടി എന്താണ്, പുരോഹിതന്മാർ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിൽ സമ്പത്തും അധികാരങ്ങളൊക്കെ കൈക്കലാക്കുകയും ചെയ്തു. കൂടാതെ വിത്ത് ദ ഗ്രോത്ത് ഓഫ് ട്രേഡ് ആൻഡ് സിറ്റീസ് ദ വൈശ്യാസ് ബിക്കം വെൽത്തി. ദോ they were wealthy, they were placed in a lower position in the society. കച്ചവടവും അതേപോലെ നഗരങ്ങളൊക്കെ വളർന്നതോടുകൂടി വൈശ്യര് സമ്പന്നരായിട്ട് മാറുകയും, എന്നാൽ സമ്പന്നര് ആയിരുന്നെങ്കിലും സാമൂഹ്യ വ്യവസ്ഥിതിയിൽ താഴ്ന്ന സ്ഥാനം തന്നെയാണ് വൈശ്യർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പുതിയ ചിന്താഗതികൾ ഏത് ഭാഗത്ത്, വേരിയസ് സ്ട്രീംസ് ഓഫ് തോട്ട് എമേർജ്ഡ് ഇൻ ദ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശത്ത് ഉയർന്നു വരാനുള്ള കാരണമായിട്ട് പറയുന്നത്. ഫോളോവേഴ്സ് ഓഫ് ദിസ് സ്ട്രീം ഓഫ് തോട്ട് വെർ നോൺ ആസ് ദ ശ്രമണാസ്. Of these two streams of thought that have acquired acceptability in society and influenced people heavily are Buddhism and Jainism. The Ajivikas and the Charvakas also belong to the category of the Shramanas. അപ്പോൾ മാറി ചിന്തിച്ച ആളുകൾ, അവരെ പൊതുവെ ശ്രമണർ എന്നാണ് അറിയപ്പെട്ടത്. ശ്രമണ വിഭാഗങ്ങളിൽ ഏറെ ജനപ്രീതി നേടിയതും അതേപോലെ സ്വാധീനം ചെലുത്തിയതും ജൈനമതവും ബുദ്ധമതവുമായിരുന്നു. അജീവികന്മാർ, ചാർവാകന്മാർ തുടങ്ങിയവരും ഈ ശ്രമണ വിഭാഗത്തിൽ, അതായത് വേദങ്ങളൊക്കെ നിരാകരിച്ചു കൊണ്ടുള്ള ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. അവർ ജാതി വ്യവസ്ഥയൊക്കെ ശക്തമായിട്ട് എതിർക്കുകയാണ് ചെയ്തത്. ഇനി ജൈനിസം ആൻഡ് ബുദ്ധിസത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിനു മുൻപ് ഇതിനകത്തൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ദ ലൈറ്റ് ഓഫ് ഏഷ്യ ബൈ എഡ്വിൻ അർണോൾഡ്. എഡ്വിൻ അർണോൾഡിൻ്റെ ഏഷ്യയുടെ പ്രകാശം എന്ന് പറയുന്ന ആ ഒരു ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള കുറച്ച് ഭാഗം അത് ജൈനിസം, ബുദ്ധിസം ഇതിലെ ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഉള്ളതാണ്. ഇറ്റ് വാസ് എ സ്പ്രിംഗ് സീസൺ. The prince was standing in the garden enjoying the beauty of the nature. ഒരു വസന്തകാലം, ഒരു രാജകുമാരന് അവൻ്റെ പൂന്തോട്ടത്തിൽ പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഓവർ ദർ ദ സ്നോ ക്രാപ്ഡ് ഹിമാലയ സ്റ്റാൻഡ് ടോൾ. അപ്പോഴെന്താണ്, ഹിമവാൻ മഞ്ഞ് പുതച്ചുകൊണ്ട് തല ഉയർത്തി നിൽക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. ആ സമയത്ത് ദ പ്രിൻസ് സ്റ്റുഡ് ദർ ഓൾ എൻഗ്രോസ്ഡ് ഇൻ ദ സ്പ്ലൻഡർ ഓഫ് ദി നേച്ചർ. ഹി ദെൻ നോട്ടീസ്ഡ് എ ഫ്ലോക്ക് ഓഫ് വൈൽഡ് സ്വാൻസ് ഫ്ലൈയിങ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ കാഴ്ചയ്ക്കിടയിൽ ഒരു കൂട്ടം അരയന്നങ്ങൾ ഒന്നിച്ചു പറന്നു പോകുന്നത് ആ രാജകുമാരൻ്റെ ശ്രദ്ധയിൽ പെട്ടു. വാവ്, വാട്ട് എ ബ്യൂട്ടി!
Suddenly one among the swan fell down in front of the prince. അങ്ങനെ നോക്കി നിൽക്കുമ്പം ആ ഭംഗി ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് ഒരു പ്രാവെന്ത് ദേഹത്ത് അമ്പ് കൊണ്ടിട്ട് പിടഞ്ഞ് താഴെ വീഴുന്നത്. അപ്പോൾ ഈ രാജകുമാരൻ എന്താ ചെയ്യുന്നത്? അദ്ദേഹം ഓടിച്ചെന്നിട്ട് ദ പ്രിൻസ് റാൻ ടു ഇറ്റ് ആൻഡ് ലെയ്ഡ് ഇറ്റ് ഓൺ ഹിസ് ലാപ്പ്. അതിനെ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ മടിയിൽ വെക്കും. ഹി ജെൻ്റിലി റിമൂവ്ഡ് ദി ആരോ. ഹി പ്ലക്ക്ഡ് ലീവ്സ് ഫ്രം ദി മെഡിസിനൽ പ്ലാന്റ്സ് ഇൻ ദ ഗാർഡൻ ആൻഡ് അപ്ലൈഡ് ഇറ്റ്സ് ജ്യൂസ് ഓൺ ഇറ്റ്സ് വൂണ്ട്. അങ്ങനെ ആ അമ്പയേറ്റ ആ മുറിവിൽ അദ്ദേഹം ആ പൂന്തോട്ടത്തിൽ നിന്ന് എന്താണ് ആയുർവേദ സസ്യങ്ങളൊക്കെ എടുത്തിട്ട് അതിൻ്റെ ചാറൊക്കെ കെട്ടി, അതായത് ആ മുറിവിൽ വെച്ച് കൊടുക്കും. ദ ലവ് ആൻഡ് കെയർ ഓഫ് ദ പ്രിൻസ് സൂത്തൺ ദ സ്വാൻ. അപ്പോഴെന്താണ് രാജകുമാരൻ്റെ ഈ സ്നേഹം കൊണ്ട് അരണ്യത്തിന് വലിയ ആശ്വാസമാവും. ഇറ്റ് വാസ് ദെൻ ദി ദേവദത്ത, ദ കസിൻ ഓഫ് ദ പ്രിൻസ്, അപ്രോച്ച്ഡ് ഹിം. He shouted, "Return to me the swan that I shot." For this the prince answered, "Killing these innocent creatures in a sin." ഇപ്പം എന്താണ് പറയുന്നത്? പ്രകൃതിയിൽ ഒരുപാട് എന്താണ് നിഷ്കളങ്കമായിട്ടുള്ള ജീവികളുണ്ട്. അവയൊക്കെ കൊല്ലുന്നത് എന്താണ്? പാപമാണ്. അപ്പം അത്തരത്തിൽ കൊല്ലാനായിട്ട് പാടില്ല എന്ന് ഈ രാജകുമാരൻ്റെ അമ്മാവൻ്റെ മകനായിട്ടുള്ള ദേവദത്തൻ ഓടിക്കതിച്ച് വന്നിട്ട് ഈ അമ്പെയ്ത് വീഴ്ത്തിയ ഈ അരയന്നം എൻ്റേതാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനോട് മറുപടി ആയിട്ട് ആര് പറയും? നമ്മുടെ രാജകുമാരൻ. നോ വൺ ഈസ് നോബഡീസ് ഓണർ വെൻ ദ ആർഗ്യുമെൻറ്റ് വേഴ്സൺ. ദസ് ഡിസ്പ്യൂട്ട് വാസ് ടേക്കൺ ടു ദി റോയൽ കോർട്ട്. On hearing the pleas raised by both sides, the king said, "The savior owns more right than the slayer. So the prince is its owner." The prince later let swans free. ഇപ്പം എന്താണ് പറയുന്നത്? ഭൂമിയിലുള്ള ജീവജാലങ്ങൾക്കെല്ലാം ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ അവകാശമുണ്ട്. ആരും ആരുടെയും ഓണറല്ല, ഉടമയല്ല. അപ്പോൾ എന്താണ് രാജകുമാരൻ ഇങ്ങനെ ഒരു കാര്യം രാജകുമാരൻ പറയുമ്പം ഈ ഒരു തർക്കം, ഇവർ തമ്മിലുള്ള ഒരു കോറൽ എന്ത് ചെയ്യും? കൂടുതലാവും, വഷളാവും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം ഈ ഒരു വിഷയം രാജസന്നിധിയിൽ എത്തുകയും ഇരുപക്ഷത്തെയും വാദങ്ങൾ കേട്ട ശേഷം രാജാവ് പറയും, ശിക്ഷിക്കുന്നവനേക്കാൾ അധികാരം രക്ഷിക്കുന്നവനാണെന്ന്. അങ്ങനെ പാവം രാജകുമാരന് ആ പ്രാവിനെ കിട്ടുകയും അതിനെ ആ രാജകുമാരൻ പ്രാവിനെ സ്വതന്ത്രയാക്കി വിടുകയും ചെയ്യുകയാണ്. അത്രയും കാര്യങ്ങളാണ് ഈ എഡ്വിൻ അർണോൾഡിൻ്റെ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആരെയും നോവിക്കരുത്, അതായത് ഒരു അഹിംസ, അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ ജൈനിസമായാലും ബുദ്ധിസമായാലും ആ രണ്ട് ആശയങ്ങളും എന്തിലധിഷ്ഠിതമായിട്ടുള്ളതാണ്? അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? ദ സ്റ്റോറി ടെൽസ് us ദി നീഡ് ടു ബി കമ്പാഷനേറ്റ് ടു ഓൾ ലിവിങ് ബീയിങ്സ്. ഭൂമിയിലുള്ള എല്ലാ ജീവികളോടും നമ്മൾ എന്താണ്? കരുണയോട് കൂടിയിട്ട് പെരുമാറണം. ദിസ് കൺസെപ്റ്റ് ഈസ് കോൾഡ് അഹിംസ. ഈ ഒരു കൺസെപ്റ്റിനെയാണ് അഹിംസ എന്ന് പറയുന്നത്. നമ്മുടെ ഗാന്ധിയൻ എത്തിക്സ് എന്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ്? അഹിംസ അല്ലേ? സത്യാഗ്രഹ ആൻഡ് അഹിംസ. ദ പ്രിൻസ് ഇൻ ദ സ്റ്റോറി ഈസ് നോൺ അതർ ദാൻ ശ്രീ ബുദ്ധ, ഹു പ്രൊപ്പഗേറ്റഡ് ദ കൺസെപ്റ്റ് ഓഫ് അഹിംസ. ശ്രീ ബുദ്ധ ഫൗണ്ടഡ് ബുദ്ധിസം. അപ്പോൾ ബുദ്ധിസം എന്ന് പറയുന്ന ഈ ഒരു മതം എന്നോ അല്ലെങ്കിൽ ഈ ഒരു ആശയത്തിൻ്റെ വക്താവ് ആരാണ്? നമ്മുടെ ശ്രീ ബുദ്ധനാണ്. അദ്ദേഹം അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള ആചാരങ്ങളാണ് അല്ലെങ്കിൽ കാര്യങ്ങളാണ് ലോകമെമ്പാടും പ്രചരിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഐ ഡു നോട്ട് നോ ദ മിസ്റ്ററി ഓഫ് ഗോഡ് ബട്ട് ഐ നോ ദി മിസ്റ്ററി ഓഫ് മാൻ. എന്താ പറയുന്നത്? ദൈവത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല, എന്നാൽ എന്താണ്? മനുഷ്യൻ്റെ ദുരിതങ്ങളെക്കുറിച്ച് എനിക്ക് അറിയാമെന്നാണ് പറയുന്നത്. ദ വേർഡ്സ് ഗിവൺ എബോ ത്രൂ ലൈറ്റ് ഓൺ ദ ഫിലോസഫി ആൻഡ് ഔട്ട്ലുക്ക് ഓഫ് ബുദ്ധ. വാട്ട് ഓൾ ക്യാൻ യു മേക്ക് ഔട്ട് ദിസ്? അപ്പോൾ ബുദ്ധൻ്റെ തത്വങ്ങളെക്കുറിച്ചും കാഴ്ചപ്പാടുകളെക്കുറിച്ചുമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ബുദ്ധനെ ഏറ്റവും കൂടുതൽ, അതായത് പ്രീസ്റ്റ് ദൈവത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ശ്രീബുദ്ധൻ എന്താണ്? മനുഷ്യർക്ക് അല്ലെ, ഹ്യൂമൻ ബീങ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഗാവ് ഇമ്പോർട്ടൻസ് ടു ഹ്യൂമൻ ബീങ്സ്, ദെൻ ഗാവ് ഇമ്പോർട്ടൻസ് ടു വൺസ് ഓൺ കർമ്മ. ഇപ്പോൾ ബുദ്ധമതത്തിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ കർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള
അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ദ കൺസെപ്റ്റ് ഓഫ് അഹിംസ, ഇത് ലോകമെമ്പാടും പ്രചരിപ്പിച്ചത് ബുദ്ധമതത്തിലൂടെയാണ്. The philosophy of Buddhism was very much in tune with the agrarian economic setup that had grown up in 6th century BCE. The most important of the tenets was ahimsa. Sri Buddha gave importance to one's own karma. He said that life is full of miseries and that the cause of the suffering was human desire. അപ്പോൾ 6-ാം നൂറ്റാണ്ടിലാണ് കൃഷിയുടെ വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ അനുയോജ്യമായിട്ട് ഈ ഒരു ബുദ്ധമതത്തിൻ്റെ വളർച്ച ഉണ്ടാവുന്നത്. ഈ ബുദ്ധമത തത്വങ്ങൾ എന്ന് പറയുന്നത് ഈ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടായിരുന്നു. അഹിംസയായിരുന്നു അവയിൽ പ്രധാനപ്പെട്ടത്. ശ്രീബുദ്ധന് കർമ്മത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് ദുഃഖമാണെന്നും അതേപോലെ മനുഷ്യരുടെ ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണമെന്നും ശ്രീബുദ്ധൻ പറയുന്നുണ്ട്. ഒരുപാട് പ്രാർത്ഥനകൾ ചെയ്തുകൊണ്ട് എന്താണ് ഈ ആഗ്രഹങ്ങൾക്ക് ഒരു നിയന്ത്രണം വരുത്താൻ നമുക്ക് കഴിയുകയില്ല. അതിനാൽ തന്നെ എന്താണ് ഈ മതചടങ്ങുകൾക്ക് പകരം ശ്രീബുദ്ധൻ വ്യക്തിയുടെ ധാർമ്മിക ജീവിതത്തിനാണ് പ്രാധാന്യം നൽകിയത്. മോറൽ വാല്യൂസ് ഓഫ് എ ഹ്യൂമൻ ബീയിങ്. ദെൻ അതിനകത്ത് പറയുന്നത് ഇന്ത്യക്ക് അകത്തും പുറത്തും ബുദ്ധമതം അതിവേഗത്തിൽ പ്രചരിച്ചതായിട്ട് പറയുന്നു. കാരണം പാലി ഭാഷയിൽ എഴുതിയ ത്രിപീഠകങ്ങളിലാണ് ബുദ്ധമത തത്വങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ തത്വങ്ങൾ സാധാരണക്കാരന് മനസ്സിലാകുന്ന പാലി ഭാഷയിലായതുകൊണ്ടാണ് ഇത്രയധികം പ്രചാരം ഈ ഒരു ബുദ്ധമതത്തിന് നേടാനായിട്ട് സാധിച്ചത്. ഇനി ത്രിപീഠക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ത്രിപീഠകങ്ങൾ എന്ന് പറയുന്നത് ബുദ്ധമത തത്വങ്ങളാണ്. അപ്പം ത്രിപീഠകാസിൽ 3 ബുക്കുകൾ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ ബുദ്ധമതമായിട്ട് ബന്ധപ്പെട്ടവയാണ്. അതിൽ ഒന്ന് വിനയപീഠക, സൂത്തപീഠക, അഭിധർമ്മ പീഠക, ഇങ്ങനെ 3 പുസ്തകങ്ങളിലാണ് ബുദ്ധമതത്തിൻ്റെ തത്വങ്ങളെ പ്രതിപാദിച്ചിട്ടുള്ളത്. ഇത് പാലി ഭാഷയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. For spreading Buddhism helped the growth of democratic and value-oriented awareness in the society. For spreading Buddhism, many caves, chaityas, viharas and pillars were built. These are evidence for the progress in the field of art and agriculture. ബുദ്ധമതത്തിൻ്റെ പ്രചാരണത്തിനായിട്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഗുഹകളും ചൈത്യം എന്ന് പറഞ്ഞാൽ ബുദ്ധമത ക്ഷേത്രങ്ങളാണ് കേട്ടോ. വിഹാരങ്ങൾ അത് സന്യാസി മഠങ്ങളാണ്. അപ്പോൾ സ്തംഭങ്ങൾ എന്നിവയൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഇത് കലാരംഗത്ത് കൈവരിച്ച പുരോഗതിയെ കാണിക്കുന്നതിന് ബുദ്ധമതത്തിൻ്റെ ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നതിനായിട്ട് സംഘങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ജനാധിപത്യമായിട്ടുള്ള മൂല്യങ്ങളൊക്കെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ഒരു സംഘങ്ങൾ കാരണമായിട്ടുണ്ട്. Then Buddhism also played a major role in promoting trade and cultural relations between India and neighboring countries. Countries like Myanmar, Japan, China, Sri Lanka, Java and Sumatra became the main centers of Buddhism. The Buddhist viharas played an important role in the progress of education in India. The universities of Nalanda, Taxila and Vikramashila were key centers of education and Buddhist teachings. Gradually, Buddhism started to decline in its motherland. Buddhist teachings and ideologies failed to receive much support from the later rulers. Moreover, Buddhism lost its grandeur when it was split into sects, the Mahayana and the Hinayana. The revival of Vedic religion adversely affected the progress of Buddhism. ഇന്ത്യയും വിദേശ രാജ്യങ്ങളും തമ്മിൽ വാണിജ്യ സാംസ്കാരിക ബന്ധങ്ങളൊക്കെ വളർത്തുന്നതിന് ബുദ്ധമതം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് മ്യാൻമർ, ജപ്പാൻ, ചൈന, ശ്രീലങ്ക, ജാവ, സുമാത്ര തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടൊക്കെ ബുദ്ധമതത്തിൻ്റെ എന്തുണ്ടായിരുന്നു കച്ചവടം അല്ലേ, അതൊക്കെ കച്ചവടത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായിട്ട് മാറി. ഇന്ത്യയുടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ബുദ്ധമത വിഹാരങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നളന്ദ, തക്ഷശില, വിക്രമശില തുടങ്ങിയ സർവകലാശാലകളൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെയും പ്രധാന കേന്ദ്രങ്ങളായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ബുദ്ധമതം കാലക്രമേണ അതിൻ്റെ ജന്മനാടായിട്ടുള്ള ഇന്ത്യയിൽ എന്ത് ചെയ്തു, തകരാൻ തുടങ്ങി.
തുടക്കത്തിൽ ബുദ്ധമതത്തിനുണ്ടായിരുന്ന രാജകീയ സപ്പോർട്ടൊന്നും പിന്നീട് അങ്ങോട്ട് ലഭിച്ചില്ല. മാത്രവുമല്ല, പിന്നീട് ബുദ്ധമതം രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, മഹായാനം, ഹീനയാനം. അപ്പോൾ ഇതും എന്താണ് ഈ ബുദ്ധമതത്തിൻ്റെ തകർച്ചയ്ക്ക് വഴിവെച്ചൊരു പ്രധാന കാരണമായിട്ട് പറയാം. അപ്പോൾ ശ്രീബുദ്ധനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ശ്രീബുദ്ധൻ്റെ യഥാർത്ഥ പേര് സിദ്ധാർത്ഥ എന്നായിരുന്നു. ശാക്യഗോത്രത്തിൻ്റെ തലവനായിരുന്ന ശുദ്ധോധനൻ്റെ പുത്രനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. കപിലവസ്തുവിന് അടുത്തുള്ള ലുംബിനിയിൽ BCE 563 ബുദ്ധൻ ജനിച്ചതെന്ന് കരുതപ്പെടുന്നു. അപ്പോൾ ചെറുപ്പം മുതലേ തന്നെ എന്താണ് ആത്മീയ കാര്യങ്ങളിലാണ് ഈ ബുദ്ധന് എന്തുണ്ടായിരുന്നത്, താല്പര്യം ഉണ്ടായിരുന്നത്. പിന്നെ ബുദ്ധമതത്തിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ 4 വലിയ സത്യങ്ങൾ അല്ലെങ്കിൽ 4 വലിയ കാഴ്ചകളെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 4 നോബിൾ ട്രൂത്ത്, 8 ഫോൾഡ് പാത്തൊക്കെ ഈ ഒരു ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ബുദ്ധമതത്തിലെ 4 സത്യങ്ങൾ അഥവാ 4 നോബിൾ ട്രൂത്തിൽ പറയുന്നത് ലോകം ദുഃഖമാണ്, ദുഃഖത്തിൻ്റെ കാരണം ആഗ്രഹങ്ങളാണ്, ആഗ്രഹങ്ങൾ ഇല്ലാതാക്കിയാൽ ദുഃഖത്തെ മറികടക്കാൻ സാധിക്കും, പിന്നെ അഷ്ടാംഗമാർഗം അനുഷ്ഠിച്ചുകൊണ്ട് ദുഃഖങ്ങളെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അഷ്ടാംഗമാർഗം അഥവാ 8 ഫോൾഡ് പാത്ത് എന്ന് പറയുന്നത് ശരിയായ വാക്ക്, ശരിയായ പ്രവൃത്തി, ശരിയായ ജീവിതം, ശരിയായ പരിശ്രമം, ശരിയായ ഓർമ്മ, ശരിയായ വീക്ഷണം, ശരിയായ തീരുമാനം, ശരിയായ ധ്യാനം എന്നിവയാണ് അഷ്ടാംഗമാർഗത്തിൽ ഉൾപ്പെടുന്നത്. പിന്നെ ഈ ത്രിപീഠകങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ബുദ്ധൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ മരണശേഷം വൈശാലിയിൽ വെച്ചിട്ടാണ് ഈ മുതിർന്ന സന്യാസിമാരുടെ നേതൃത്വത്തിൽ ഈ ത്രിപീഠക എന്ന് പറയുന്ന ബുദ്ധമത തത്വങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, ക്രോഡീകരിച്ചിട്ടുള്ളത്. അപ്പം ഇതിൽ പറയുന്ന 3 ഗ്രന്ഥങ്ങൾ 3 തരത്തിലുള്ള കാര്യങ്ങളെയാണ് പറയുന്നത്. അതായത് ബുദ്ധമത ആശ്രമങ്ങളിലെ അംഗങ്ങൾ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചാണ് വിനയപിടകയിൽ പറയുന്നത്. എന്നാൽ ബുദ്ധമതത്തിൻ്റെ തത്വങ്ങളാണ് സൂത്രപിടകയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദർശനിക കാര്യങ്ങൾ അല്ലെങ്കിൽ ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് അഭിധർമ്മ പിടകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ബുദ്ധമതത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഈ ഒരു ചാപ്റ്ററിനകത്ത് ജൈനമതത്തെക്കുറിച്ചാണ് പറയുന്നത്. വർദ്ധമാന മഹാവീര, എ കണ്ടംപററി ഓഫ് ശ്രീബുദ്ധ. ശ്രീബുദ്ധൻ്റെ സമകാലികനായിരുന്നു ആര്? വർദ്ധമാന മഹാവീര. ഹി പ്രൊപ്പഗേറ്റഡ് ജൈനിസം. അദ്ദേഹമാണ് ജൈനിസം പ്രചരിപ്പിച്ചത്. അക്കോർഡിംഗ് ടു ദ ബിലീഫ് ഓഫ് ദി ജൈൻസ് ദർ ആർ 24 തീർത്ഥങ്കരാസ്. ജൈനമത വിശ്വാസമനുസരിച്ച് 24 തീർത്ഥങ്കരന്മാരാണ് ജൈനമതത്തിന് ഉള്ളത്. 24ാമത്തെ തീർത്ഥങ്കരനാണ് ആര്? നമ്മുടെ മഹാവീരൻ. അപ്പോൾ തീർത്ഥങ്കരൻ എന്ന് പറഞ്ഞാൽ ആ മതത്തിൻ്റെ ആശയങ്ങൾ, ഏതൊരു മതത്തിൻ്റെയും ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന വ്യക്തി എന്നുള്ള അർത്ഥമേ ഉള്ളൂ കേട്ടോ. ജൈനിസം ഓൾസോ ലെയ്ഡ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഓൺ അഹിംസ. ദ ടീച്ചിങ്സ് ഓഫ് ജൈനിസം കണ്ടമൻ all sorts of harm made to human or living beings. As in Buddhism, Jainism was also against Vedic practices and caste system. ജൈനമതവും അഹിംസയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മനുഷ്യനെയോ അതേപോലെ മറ്റുള്ള ജീവജാലങ്ങളെയോ ഒക്കെ ഹിംസിക്കുന്നത് അല്ലെങ്കിൽ കൊല്ലുന്നത് ജൈനമതം എതിർക്കുകയാണ് ചെയ്യുന്നത്. ബുദ്ധമതത്തെ പോലെ വൈദിക ആചാരങ്ങൾ, അതായത് വേദകാലത്തെ ആചാരങ്ങളെയോ ജാതി വ്യവസ്ഥയെയൊക്കെ ജൈനമതം എന്താണ് നിരാകരിച്ചു അല്ലെങ്കിൽ തള്ളി പറയുകയാണ് ചെയ്തത്. ജൈനിസം ബ്രോട്ട് റാഡിക്കൽ ചേഞ്ച് ഇൻ ദ ഇന്ത്യൻ സൊസൈറ്റി. മഹാവീര അഡ്വൈസ്ഡ് the people to lead right life by following the principles of right belief, right knowledge and right action. അപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് സാമൂഹിക മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ ഒരു ജൈനമതം കാരണമായിട്ടുണ്ട്. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി എന്നിവയിൽ അധിഷ്ഠിതമാണ് ശരിയായ ജീവിതം എന്നാണ് മഹാവീരന് ജനങ്ങളോട് ഉപദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 3 കാര്യങ്ങളും, അതായത് ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി, ഇതെന്താണ് 3 ജ്വൽസ് അഥവാ ത്രിരത്ന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദ ജെയിൻ സയൻസ് വേർ അബ്സ്റ്റെയിൻ ഫ്രം ടെല്ലിംഗ് ലൈസ്, കില്ലിംഗ്, സ്റ്റീലിംഗ് ആൻഡ് അക്വയറിംഗ് വെൽത്ത്. ഈ ഒരു ജൈനമതം കളവ് പറയുന്നത്, കൊലപാതകം, മോഷണം, സ്വത്ത് സമ്പാദിക്കുന്നത് എന്നിവയൊക്കെ ജൈനമത സന്യാസിമാർക്ക് വിലക്കപ്പെട്ട കാര്യങ്ങളായിരുന്നു. അതുപോലെ തന്നെ അവർ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദേ ഫോളോവുഡ് സെലിബസി ഇൻ ലൈഫ്.
ബ്രഹ്മചര്യം അനുഷ്ഠിക്കാനായിട്ടാണ് അവർ ആഹ്വാനം ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുന്നത്. ജൈനിസം എൻകറേജ്ഡ് കൺസ്ട്രക്ഷൻ ഓഫ് സ്റ്റോൺ പില്ലേഴ്സ്, കേവ് ടെമ്പിൾസ് ആൻഡ് സ്റ്റാച്യൂസ്. The best example for this is the statue of Gomadeshwari in Shravanabelgola in Karnataka. ശിലാസ്തൂപങ്ങൾ, ഗുഹാക്ഷേത്രങ്ങൾ, പ്രതിമകൾ തുടങ്ങിയവയുടെയൊക്കെ നിർമ്മാണത്തെ ജൈനമതം വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കർണാടകയിലെ ശ്രാവണബൽഗോളയിലുള്ള ഗോമതേശ്വര പ്രതിമ. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ജൈനിസം എന്തായി, രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. ശ്വേതംബരാസ് ആൻഡ് ദിഗംബരാസ്. ഈ ഒരു സ്പ്ലിറ്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മതത്തിൻ്റെ അധപതനത്തിന് കാരണമായിട്ടുള്ളത്. ബുദ്ധമതത്തിനും ജൈനമതത്തിനും ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർ സാധാരണക്കാരന് മനസ്സിലാകുന്ന പാലി അതേപോലെ പ്രാകൃത ഭാഷയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവരുടെ രചനകൾ, ആശയങ്ങളൊക്കെ പ്രചരിപ്പിച്ചിട്ടുള്ളത്. ഇനി ഈ ഭാഗത്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എക്സാമിൻ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ബുദ്ധിസം ആൻഡ് ജൈനിസം ഇൻ ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ. ഇന്ത്യയുടെ സമൂഹത്തിനും സംസ്കാരത്തിനും ജൈനമതവും ബുദ്ധമതവും നൽകിയ സംഭാവനകൾ പരിശോധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ, ഗിവൺ ബിലോ ആർ പിക്ചേഴ്സ് ഓഫ് സം പ്ലേസസ് അസോസിയേറ്റഡ് വിത്ത് ശ്രീബുദ്ധ ആൻഡ് മഹാവീര. ഫൈൻഡ് ഔട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദീസ് പ്ലേസസ് ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓൺ ദം. അപ്പോൾ ശ്രീബുദ്ധനുമായിട്ടും മഹാവീരനുമായി ബന്ധമുള്ള ചില ചിത്രങ്ങൾ, അതായത് സ്ഥലങ്ങളുടെ ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവയുടെ പ്രാധാന്യം കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ അതിനെക്കുറിച്ച് എഴുതാനായിട്ട്.